ഹലോ ഫ്രണ്ട്സ്, അപ്പം നല്ലൊരു ചെറുനാരങ്ങ അച്ചാർ റെഡിയാക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല പഴുത്ത ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ആവിയിൽ കയറ്റി വേവിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ചമർപ്പും കാര്യങ്ങളും ഒക്കെ പോയി കിട്ടും കേട്ടോ. അതിനുശേഷം അത് നമ്മളുടെ അച്ചാറിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുറിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൽ ആവശ്യമുള്ള വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി ഞാനിപ്പോൾ ഇതിൽ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കൂടുതലെടുക്കാം, ഇല്ലാത്തവർ കുറച്ച് കുറവായിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നീളത്തിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. പൊടിയായിട്ടൊന്നും അല്ല കേട്ടോ അരിഞ്ഞെടുത്തത്. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ അച്ചാറിന് യൂസ് ചെയ്യുന്നത്, നല്ലെണ്ണയാണോ എന്താ വെച്ചാൽ അത് ആ ഓയിലെടുക്കുക. അത് ചെറു തീയിലിട്ടിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണില്ല. കാരണം നമ്മുടെ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറു തീയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞതും നമ്മുടെ വെളുത്തുള്ളിയാണ് ഇടുന്നത് കേട്ടോ. ഈ ഒരു രീതിക്കാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ആ വെളുത്തുള്ളിയും കൂടി അതിലേക്കിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. മെറൂൺ കളർ ആവണമെന്നില്ല, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതുവരെ ഈ ഒരു വെളുത്തുള്ളി മൊത്തം ഇട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് അച്ചാർ പൊടിയാണ് ഇടുന്നത്. നിങ്ങൾ ഏതാ യൂസ് ചെയ്യണോ അതിനനുസരിച്ച്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കിച്ചൺ സ്പെഷ്യൽസിൻ്റെ അച്ചാർ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അത് ആവശ്യമുള്ളത്ര. ഇപ്പോൾ ഇതിലേക്ക് ഒരു 3-4 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മളൊരു 10 രൂപയുടെ പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. അതിൽ മാക്സിമം പൊടി നമ്മൾ അച്ചാർ പൊടി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മുളക് പൊടി എത്രയാണോ ആവശ്യമുള്ള എരിവിനനുസരിച്ച്, എല്ലാവർക്കും ഒരുപോലെ എരിവല്ലല്ലോ വേണ്ടത്, അതിനാവശ്യമുള്ള മുളക് പൊടി എടുത്ത് ഈ ചെറു തീയിലിട്ടിട്ട് തന്നെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലാവശ്യമുള്ള നമുക്ക് എങ്ങനെയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ചെറുക്കും കൂടെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം. ഓൾറെഡി നമ്മൾ നാരങ്ങയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പരുവനുസരിച്ച് വേണം ഈ ചൊറുക്കയിലും ഉപ്പിടണമെങ്കിൽ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് മിക്സാക്കിയ ശേഷം നമ്മുടെ ചെറുനാരങ്ങയും കൂടി ഇടുക. തീ ഓഫ് ചെയ്ത ശേഷം ചെറുനാരങ്ങ ഇട്ടാൽ മതി കേട്ടോ. നല്ലപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് എന്താണോ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മുളക് പൊടി, വിനാഗിരി അതൊക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കണം. ബാക്കി ഉപ്പിൻ്റെ കാര്യം മാത്രം നമുക്ക് പിന്നീടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങയും കൂടി ഇട്ട് നല്ല മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ബിരിയാണി കൂടെയൊക്കെ കഴിക്കാനും ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതായി കാണുന്നവർ ബെൽ ബട്ടണും കൂടി അമർത്തട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.